നമ്മുടെ USB ഡ്രൈവ് അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി കാർഡ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണയായി നമ്മൾ അത് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് എങ്ങനെ ശരിയാക്കി എടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, അതായത് ഞാൻ എക്സാമ്പിൾ ആദ്യം കാണിച്ചു തരാം. ആദ്യം നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രോബ്ലംസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് ഫോർമാറ്റ് ഡിസ്ക് എന്ന് കാണിക്കും. പക്ഷെ നമ്മൾ ഫോർമാറ്റ് ഡിസ്കിൽ ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാലും അത് കണ്ടിന്യൂസ് വരാറില്ല. ഫോർമാറ്റ് ഡിസ്കിൽ ഇത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കത്തേ ഉള്ളൂ. അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡിൽ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് എന്നാണ്, അത് നമ്മൾ ഇവിടെ വന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് കൊടുക്കുക. ആ സമയത്ത് ഇങ്ങനെ ഒരു വിൻഡോ വരും. എസ് എന്ന് കൊടുക്കുക. അവിടെ നമ്മൾ ഡിസ്ക് പാർട്ട് എന്ന് അടിച്ചു കൊടുക്കുക. ഡിസ്ക് പാർട്ട് എന്ന് അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇത് നമുക്ക് കാണാം. അവിടെ നമ്മൾ വീണ്ടും ലിസ്റ്റ് ഡിസ്ക് എന്ന് അടിച്ചു കൊടുക്കുക. ലിസ്റ്റ് കഴിഞ്ഞിട്ട് സ്പേസ് കൊടുക്കണം. ലിസ്റ്റ് ഡിസ്ക് സ്പേസ് കൊടുത്തിട്ട് എൻ്റർ അടിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ഡിസ്കിൻ്റെ ഇത് കാണിക്കാം. അതിലൊന്ന് നമ്മൾ കുത്തിയേക്കുന്ന USB ഇതാണ്, അത് 14 GB ഇവിടെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ അത് നമുക്ക് ഇനി നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് സെലക്ട് സ്പേസ് ഇട്ടിട്ട് ഡിസ്ക് സ്പേസ് ഇട്ടിട്ട് 2 എന്നിട്ട് നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ ഡിസ്ക് 2 ഈസ് നൗ ദ സെലക്റ്റഡ് ഡിസ്ക് എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് അവിടെ ക്ലീൻ എന്നിട്ട് കൊടുക്കാം. ക്ലീൻ ഇത് നമുക്ക് വീണ്ടും എൻ്റർ ചെയ്യാം. ആ സമയത്ത് ഡിസ്ക് പാർട്ട് സക്സീഡ് ഇൻ ക്ലീനിങ് ദ ഡിസ്ക് എന്ന് കാണിക്കും. വീണ്ടും നമ്മൾ ക്രിയേറ്റ് പാർട്ടീഷൻ പ്രൈമറി എന്ന് അടിച്ചു കൊടുക്കണം. അതുപോലെ ക്രിയേറ്റ് സ്പേസ് ഇട്ടിട്ട് പാർട്ടീഷൻ സ്പേസ് ഇട്ടിട്ട് മാറി എൻ്റർ അടിച്ചു കഴിയുമ്പോൾ ഡിസ്ക് പാർട്ട് സക്സീഡ് ഇൻ ക്രിയേറ്റിംഗ് ദ സ്പെസിഫൈഡ് പാർട്ടീഷൻ എന്ന് കാണിക്കും. ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വിൻഡോസിൽ വരാം. കമാൻഡ് പ്രോംപ്റ്റ് ചെയ്ത് നമുക്ക് വിൻഡോസിലോട്ട് വരാം. ഇനി നമുക്ക് ഈ USB ഒന്ന് റിമൂവ് ചെയ്യുക. USB റിമൂവ് ചെയ്ത് നമുക്ക് വീണ്ടും ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ നമ്മുടെ USB വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ കംപ്ലൈൻ്റ് ആയ USB വീണ്ടും കുത്തുകയാണ്. അപ്പോൾ നമ്മുടെ USB ഇവിടെ ഓണായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ കംപ്ലൈൻ്റ് ആയ USB ക്ലിയർ ആയിട്ടുണ്ട്. ചില സമയങ്ങളിൽ അത് ഫോർമാറ്റിൽ നിന്ന് ഒന്നുകൂടി ചോദിക്കും. ആ സമയത്ത് നമ്മൾ ഫോർമാറ്റ് ചെയ്യുക.
വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നിങ്ങളും പരീക്ഷിച്ച് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ നെക്സ്റ്റ് വീഡിയോ കാണാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.